ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു സമയം ഒരു 6 മണിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ ഞങ്ങളുടെ പരിപാടികൾ അതാണ്. ഇപ്പം സമയം ഒരു 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. രാവിലെ പിന്നെ ചേട്ടനൊക്കെ ചോറ് കൊണ്ടുപോകണം. ഇതാണ് റമ പോകുന്ന അംഗനവാടി. അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്നത്. രാവിലെ ചേട്ടന് ചോറ് കൊണ്ടുപോകണം, ആ പരിപാടീസ് നോക്കണം. പിന്നെ രാവിലത്തെ കാപ്പിക്ക് എന്തെങ്കിലും നോക്കണം. നമുക്ക് എന്തായിരുന്നാലും ആ പരിപാടിയിൽ എന്തായാലും ആദ്യം അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ബ്രഷ് ചെയ്യാം. എല്ലാവരും ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്യുന്നു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചായ അടക്കമാണ്. എല്ലാവർക്കും ഇവിടെ ചായ മസ്റ്റാണ്. ചായ ഉണ്ടാക്കാൻ പോകും. ചായയ്ക്ക് അടുപ്പത്ത് വച്ചതിന് ശേഷം ഇന്നലെ കുറച്ച് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ അത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ചീരത്തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ചീരത്തോരൻ ആണ് ഉണ്ടാക്കുന്നത്. ചീരയുടെ മൂടെല്ലാം കട്ട് ചെയ്തിട്ട് ഇനി നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം. നാടൻ ചീരയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി മണ്ണ് കാണും. ചോറ് വയ്ക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരി കഴുകി അടുപ്പത്തിടാം. അരി കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തോരത്തിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ എന്നെ കാണാൻ വേണ്ടി വിഹാൻ്റെ കുറിഞ്ഞിപ്പൂച്ച വന്നിട്ടുണ്ട്. ഞാൻ എപ്പോൾ അടുക്കള കയറിയാലും കുറിഞ്ഞിപ്പൂച്ച വന്നിരിക്കും. തോരത്തിനുള്ള ചീര കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ മലക്കറി ഇല്ലെങ്കിലും ഉള്ള മലക്കറി കൊണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് പ്ലാനിങ്. പരിപ്പ് നോക്കിയപ്പോൾ കുറച്ച് പരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഉള്ള പരിപ്പ് ഞാൻ കുക്കറിലോട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു. കഴുകി പരിപ്പിൻ്റെ അടപ്പളവി. അപ്പോഴേക്കും ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. ചായ നമ്മൾ ആറ്റിയെടുക്കുന്നുണ്ട്. ഇനി ചേട്ടന് കൊണ്ടുവന്ന് കൊടുക്കണം, എനിക്കും കുടിക്കണം. രാവിലെ ചൂട് ചായ ഉതിയാറ്റി കുടിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണല്ലേ. ഇടയ്ക്ക് ഞാൻ ചേട്ടന് ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രകൃതി രമണീയത ആസ്വദിച്ച് കുറച്ച് ചായ കുടിക്കാം. കുക്കറിൻ്റെ ഫിസിൽ കേൾക്കുന്നുണ്ട്. പരിപ്പ് വെന്തിട്ടുണ്ട്. അരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ കുനുകുനാന്ന് ചിരുകി എടുക്കണം. ഇടയ്ക്ക് ചായയും കുടിക്കുന്നുണ്ട്, തേങ്ങയും ചിരുകുന്നുണ്ട്. ഒരു വെടിക്ക് 2 കക്ഷി. ഇതിനിടയ്ക്ക് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പക്ഷേ സാമ്പാറിൽ ഒട്ടും ഉപ്പില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ടേസ്റ്റൊക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. അല്ല കുറുകിയ സാമ്പാർ റെഡി. ഇനി കുറച്ച് തിളപ്പിക്കണം. ഇപ്പുറത്തെ അടുപ്പിൽ ചീരയും റെഡി ആയിട്ടുണ്ട്. ചീരത്തോരനും റെഡിയായി. ചോറ് ഞാൻ ഇടയ്ക്ക് വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ചൂടാറാൻ കോരി വയ്ക്കുന്നുണ്ട്. ചോറും ഇന്നലത്തെ മീൻ പൊരിച്ചതും കറിയാണ്. ഇത് ചൂടാക്കിയിട്ടുണ്ട്. ചീരത്തോരൻ പിന്നെ സാമ്പാർ എല്ലാം സെറ്റായിട്ടുണ്ട്. ഫുഡെല്ലാം സെറ്റായപ്പോഴേക്കും സിങ്കിൽ പാത്രങ്ങളെല്ലാം കൂടിക്കിടപ്പുണ്ട്. അതെല്ലാം തേച്ച് കഴുകി വയ്ക്കുന്നുണ്ട്. ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ പാത്രം കഴുകലെന്ന് പറയുന്നത്.
ഇത്രയെല്ലാം കഴുകി സെറ്റ് ആയതിനു ശേഷം സിങ്കിൻ്റെ പിറകും സ്ലാപ്പും എല്ലാം വൃത്തിയായിട്ട് തുടയ്ക്കുന്നു. ഇതിനിടയ്ക്ക് റെമോ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഫുഡും വാരി കൊടുത്തിട്ട് അവന് സ്കൂളിൽ പറഞ്ഞു വിടേണ്ട പരിപാടിയിലാണ്. അവന് ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വേണം. കുളിച്ച് സുന്ദരനായിട്ട് എൻ്റെ കുഞ്ഞ് നഴ്സറിയിൽ പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.